നമസ്കാരം, എല്ലാവർക്കും എൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മുടെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ്. ഇത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഞാനിപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ സോൾവ് 99x plus 101y is equal to 499, 101x plus 99y is equal to 501. ഇതിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സിൻ്റെയും വൈൻ്റെ വാല്യൂ നമുക്ക് ഫൈൻഡ് ചെയ്യണം. അതാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പം ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊരു പ്രത്യേകത കാണുന്നുണ്ടോ? ഈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് ഫസ്റ്റ് ഇക്വേഷനിലുള്ള എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് സെക്കൻഡിലുള്ള വൈ കോഎഫിഷ്യൻ്റ്. അതുപോലെ വൈയുടെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ളതാണ് സെക്കൻഡ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ളത്. സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി ഓർമ്മിച്ചൊരു കാര്യം ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് ഈ രണ്ട് ഇക്വേഷനും ആഡ് ചെയ്യുക. രണ്ടാമത് ചെയ്യേണ്ടത് ഇതേ ഇക്വേഷൻ രണ്ടും സബ്ട്രാക്ഷൻ ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ ആദ്യം ഞാനിത് ആഡ് ചെയ്യാൻ പോവാണ്. 99x plus 101y is equal to 499 plus 101x plus 99y is equal to 501. ഇത് നമുക്ക് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 200x plus 200y is equal to 1000 കിട്ടും. ഇതെല്ലാം 200ന്റെ കൂടെ നമുക്ക് ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഈ ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്താൽ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 5. ഇതിന് നമുക്ക് ഇക്വേഷൻ 1 എന്ന് പേര് കൊടുക്കാം. അതായത് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്തു, അങ്ങനെ നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്തു. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 5, ഇക്വേഷൻ 1. ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? സെയിം സംഭവം നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ചെയ്യാൻ പോകുന്നത് സബ്ട്രാക്ഷൻ. സെയിം ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതിൽ ഇനി സബ്ട്രാക്ഷൻ ചെയ്യുകയാണെങ്കിൽ 99x മൈനസ് 101x എന്ന് പറഞ്ഞാൽ എന്താ വരിക? മൈനസ് 2x. 101 99 സബ്ട്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2y കിട്ടും. അതുപോലെ 499 501 സബ്ട്രാക്ട് ചെയ്താൽ -2 കിട്ടും. ഇതിനൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് -2നെ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പം 2നെ കൊണ്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആവാതിരിക്കാൻ വേണ്ടിയാണ് മൈനസിനെ കൊണ്ട് ചെയ്തത്. കാരണം മൈനസ് ആൻഡ് മൈനസ് ക്യാൻസൽ ആയിപ്പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 1. ഇതാണ് ഇക്വേഷൻ 2. അപ്പോൾ നേരത്തെ നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടിയായിരുന്നു, സബ്ട്രാക്ഷൻ ചെയ്തപ്പോൾ മറ്റൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി അത് രണ്ടുമാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ രണ്ട് ഇക്വേഷനും ഞാനൊന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 5, എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 1. ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. ഇക്വേഷൻ 1ഉം 2ഉം ഞാനിന്ന് ആഡ് ചെയ്യാൻ പോവാണ്. അടുത്ത സ്റ്റെപ്പ് വീണ്ടും ആഡ് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും യൂസ് ചെയ്യാം, എലിമിനേഷൻ മെത്തേഡും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എലിമിനേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 + 2 ഇത് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ എക്സ് പ്ലസ് എക്സ് എന്ത് വരും? 2x എന്ന് വരും. പ്ലസ് വൈ മൈനസ് വൈ ആഡ് ചെയ്യുമ്പോൾ അത് എന്ത് പറ്റും? ക്യാൻസൽ ആവും. അപ്പോൾ 2x ഈസ് ഈക്വൽ ടു 5 + 1 എന്ത് വരും? 6 വരും. സോ എക്സ് ഈസ് ഈക്വൽ ടു 6/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഓക്കെ, അപ്പോൾ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഇങ്ങനെ വൈ കണ്ടുപിടിക്കാം. ഓൾറെഡി ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷനിൽ നിങ്ങൾക്ക് വൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോറി, എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ 3 ആയിട്ട് കിട്ടിയിട്ടുള്ളത്. സോ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 5 എന്ന് അറിയാമെങ്കിൽ, എക്സിന്റെ വാല്യൂവും അറിയാമെങ്കിൽ എത്ര വേഗത്തിൽ നിങ്ങൾക്ക് വൈ ഫൈൻഡ് ചെയ്യാൻ പറ്റും? 5 - 3 എന്ന് വെച്ചാൽ വൈയുടെ വാല്യൂ 2. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്? ആദ്യം ചെയ്യേണ്ടത് എഡീഷൻ, പിന്നെ ചെയ്യേണ്ടത് സബ്ട്രാക്ഷൻ. അതുകൊണ്ട് നിങ്ങൾക്ക് 2 സിമ്പിൾ ഇക്വേഷൻസ് കിട്ടും ഈ എഡീഷനും സബ്ട്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ. അതിനുശേഷമുള്ള സ്റ്റെപ്പ് വീണ്ടും ഞാൻ ഈ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള 2 ഇക്വേഷനും ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് വൈയും ക്യാൻസൽ ആവും, എക്സിന്റെ വാല്യൂ കിട്ടുന്നു. ആ എക്സിന്റെ വാല്യൂ അറിയുകയാണെങ്കിൽ ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് വൈൻ്റെ വാല്യൂ ഈസിയിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു കണക്കുമായി വേറൊരു ദിവസം വരാം. താങ്ക് യു.